10ാം ക്ലാസ്സിലെ ICT ടെക്സ്റ്റ് ബുക്കിലെ റോബോട്ടിക്സ് എന്ന ലെസണിലെ സാനിറ്റൈസർ ഡിസ്പെൻസർ എങ്ങനെ ചെയ്ത് കാണിക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ റോബോട്ടിക്സ് കിറ്റിലുള്ള ആർഡിനോ യൂനോ കിറ്റിലുള്ള ബ്രെഡ് ബോർഡ്, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ആർഡിനോ, IR സെൻസർ, സെർവോ മോട്ടോർ, ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ ജമ്പർ വയേഴ്സുമാണ് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സാനിറ്റൈസർ ഡിസ്പെൻസർ ചെയ്യുന്നതിന് വേണ്ടി ബ്രെഡ് ബോർഡും ഈ ആർഡിനോയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം. അതിനു മുന്നേ ഈ ഒരു വയർ യൂസ് ചെയ്തുകൊണ്ട് ആർഡിനോയെ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വയർ. ഇതാദ്യം കണക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പാർട്ട് നമ്മുടെ ബ്രെഡ് ബോർഡിലേക്ക് എങ്ങനെ നമുക്ക് കണക്ഷൻ കൊടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ജമ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ജമ്പർ വയർ ഇവിടെയുള്ള ബ്രെഡ് ബോർഡിൻ്റെ 5 വോൾട്ടിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഡിജിറ്റൽ പിന്ന് 0 മുതൽ 13 വരെയും, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ 5 വോൾട്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഇവിടെയുള്ള 5 വോൾട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 നമ്പറിലാണ് ഈ ഒരു ഡോട്ടിൽ നമ്മൾ ടച്ച് ചെയ്യുന്നത്. 1 2 3 4 5. അപ്പോൾ 5 വോട്ടിൽ ഞാനൊരു കറണ്ട് കൊടുത്തു. അത് ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി അടുത്തതായി ഗ്രൗണ്ടിൽ ഒരു നെഗറ്റീവ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു 5 വോൾട്ടിൻ്റെ അടുത്തുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു ജമ്പർ വയർ കണക്ട് ചെയ്യുക. അതിനുശേഷം അത് നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. ഇനി രണ്ടാമതായി ഞാനിവിടെ IR സെൻസർ എടുക്കുന്നു. ഈ ഒരു IR സെൻസറിനെ ഒരു 3 വയർ ജമ്പർ വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ജമ്പർ വയറിലുള്ള IR സെൻസറിൻ്റെ ഈ ഒരു ഗ്രീൻ കളർ ജമ്പർ വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഔട്ട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആർഡിനോയുടെ ഡിജിറ്റൽ പിൻ 8ലാണ്. ഇതാണ് ആർഡിനോയുടെ ഡിജിറ്റൽ പിൻ 8. 7 കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അതിന് ശേഷം വരുന്നതാണ് ഡിജിറ്റൽ പിൻ 8. അതിൽ കണക്ട് ചെയ്യുന്നു. അതുപോലെ IR സെൻസറിൻ്റെ ഈ ഒരു പാർട്ട്, അതായത് VCC എന്നത് ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ബ്ലാക്ക് കളർ ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിൽ പ്ലേസ് ചെയ്യുന്നു. ഇനി മൂന്നാമത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെർവോ മോട്ടോറാണ്. ഈ ഒരു സെർവോ മോട്ടോറിൻ്റെ ഈ ഒരു സ്ലോട്ടിൽ അതിന് സെയിം ആയിട്ടുള്ള കളറാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം യെല്ലോയിലുള്ള ജമ്പർ വയർ കണക്ട് ചെയ്യുന്നു. അതുപോലെ സെൻറ്ററിൽ റെഡ് കളറുള്ള ഒരു ജമ്പർ വയർ കണക്ട് ചെയ്യുന്നു. ഇനി ഈ ഒരു ഗ്രേ കളറ് ജമ്പർ വയറും കണക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ കണക്ഷൻ ഈ യെല്ലോ കളർ ആർഡിനോയുടെ 9ലാണ് പ്ലേസ് ചെയ്യേണ്ടത്. സെൻസറിൻ്റെ തൊട്ടടുത്ത് 9ൽ പ്ലേസ് ചെയ്യുന്നു. ഈ ഒരു പോസിറ്റീവ് വരുന്നത് റെഡ് ബോർഡിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യുന്നു. ഈ ഒരു ഗ്രേ കളറ് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവ് പാർട്ടിൽ കണക്ട് ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ കണക്ഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു വയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു. ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സെൻസർ നമ്മൾ കൈ വെക്കുന്നതിനനുസരിച്ച് ഒരു ലൈറ്റ് കത്തുകയും മറ്റേ ലൈറ്റ് അവിടെ നിൽക്കുന്നതും കാണാൻ പറ്റും. ഇനി ഇതിന് കോഡ് എഴുതണം. അതിനു വേണ്ടി കമ്പ്യൂട്ടറിൽ നിന്നും പിക്ടോ ബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്നു.